ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഹന. എന്നൊരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ചിക്കൻ കറി വെക്കാൻ പോവാണ്. പക്ഷേ എനിക്ക് ചിക്കൻ കറി വെക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഉമ്മിച്ചി പറഞ്ഞു തരുന്ന പോലെ എല്ലാം ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കറി വെക്കാനുള്ള ചിക്കനൊക്കെ ഉമ്മിച്ച് വെട്ടി വൃത്തിയാക്കി തരുന്നുണ്ട്. കാരണം എനിക്കത് വെട്ടാനെടുക്കാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ പച്ചമുളക്, സവോള, വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ വെളുത്തുള്ളി സവോളൊക്കെ നല്ലപോലെ തോല് കളഞ്ഞെടുക്കണം. തോല് കളഞ്ഞ് ക്ലീനാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ സവോളയാണ് തോലായിരുന്നത്. സവോള തോല് കളഞ്ഞിട്ട് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നു. അതുകൊണ്ട് അരിയാനൊന്നും ഞാൻ നിന്നില്ല. അരിയലൊക്കെ ഉമ്മിച്ചിയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് സവോളയും പിന്നെ അതുപോലെ വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ തോലളഞ്ഞിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ അത് ക്ലീനാക്കി എടുക്കാം. ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. അതിനായിട്ടുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളക് നമ്മളിങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. പിന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടെ നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അരച്ച് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ ചിക്കനിൽ നല്ലപോലെ കുഴച്ച് എടുത്ത് ചിക്കൻ നമ്മൾ നല്ലപോലെ മസാല തേച്ചിട്ടവിടെ വെക്കാം. അപ്പോൾ മസാലയൊക്കെ തേച്ചത് ഉമ്മിച്ചിയാണ് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ തേച്ച് നമ്മൾ ചിക്കൻ നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കറി വെക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇങ്ങനെ നല്ല മസാലയിലൊക്കെ ഇങ്ങനെ ആയിരിക്കും, നല്ല മണമൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മളെടുത്ത വെളുത്തുള്ളി മൊത്തം നമ്മൾ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് കേട്ടോ. അതും പിന്നെ നമ്മൾ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ നമ്മൾ തക്കാളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ട് ചിക്കൻ കറിക്കുള്ള മസാലയാണ് റെഡിയാക്കേണ്ടത്. പിന്നെ നമുക്ക് കുറേ വേപ്പിലുണ്ട്. നല്ല ഫ്രഷ് വേപ്പില നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് പൊട്ടിച്ചതാട്ടോ. അപ്പോൾ വേപ്പിലയും നമുക്ക് ഇവിടെ ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഓരോ ചിക്കനായിട്ട് ഇങ്ങനെ ചട്ടിയിൽ വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കണം. എല്ലാ ചിക്കനും നമ്മളിതുപോലെ പൊരിച്ചെടുത്തിട്ടാണ് കറി വെക്കുക. അപ്പോൾ ചിക്കനെല്ലാം നല്ലപോലെ പൊരിച്ച് എടുക്കാം. അപ്പോൾ ഇത്രയും ചിക്കൻ നമ്മൾ ഇവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് പൊരിക്കാനുള്ള ചിക്കനാണ്. പിന്നെ കുറച്ച് ചിക്കൻ നമ്മളിവിടെ ചട്ടിയിൽ കിടന്ന് പൊരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ചിക്കനും ഇതുപോലെ പൊരിച്ചെടുത്തു. ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ റെഡിയാക്കാം. അപ്പോൾ ചിക്കൻ ഇതുപോലെ നമ്മളെല്ലാം ഒത്തിരി പൊരിക്കാതെ കുറച്ച് ഏകദേശം ഒരു വേവിൽ നമ്മൾ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഒരു പാത്രം വയ്ക്കുക, പിന്നെ നമ്മൾ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ചിക്കൻ കറിക്കുള്ള മസാല റെഡിയാക്കാം. സവോള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എന്നതൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ മിക്സാക്കി എടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം തന്നെ സവോള നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. സവോള നന്നായി വഴണ്ടി വരുമ്പോഴാണ് നമ്മൾ വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ പച്ചമുളകൊക്കെ ഇടുന്നത്. അതുവരെ നമ്മളിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മളവിടെ കുറച്ച് ചിക്കൻ പൊരിച്ചത് മാറ്റി വെക്കുന്നുണ്ട്. അത് നമ്മളൊന്നും കൂടെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നല്ലപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇതൊക്കെ നന്നായിട്ട് വാടണം. വാടി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇതിലോട്ട് തക്കാളി ആഡ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഏകദേശം എല്ലാം വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ തക്കാളി നല്ലപോലെ വാടണം. അപ്പോൾ തക്കാളിയും വാടി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇതൊക്കെ എനിക്ക് ഉമ്മിച്ചി പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഉമ്മിച്ചി തന്നെയാണ് ചെയ്യണത്. ഞാൻ വെറുതെ കൂടെ നിൽക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. തക്കാളി നല്ലപോലെ വാടാനായിട്ട് ഇതുപോലെ നമ്മൾ പാൻ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ തക്കാളി, സവോള, പച്ചമുളക് ഇതെല്ലാം നല്ലപോലെ വഴണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മൾ ഇതുപോലെ അടച്ച് വെച്ച് വേവിക്കുക. പിന്നെ എല്ലാവരും ഇതുപോലെ ഒന്നുമല്ല ചിക്കൻ കറി ഉണ്ടാക്കണത്. എല്ലാവരും പല വിധേനയാണ്. ഞങ്ങൾ ഉണ്ടാക്കണത് ഇങ്ങനെയൊക്കെ തട്ടിക്കുട്ടിയായിട്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് ജസ്റ്റ് കാണിക്കണത് മാത്രം. നമുക്കിതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ
മുളക് പൊടി ആവശ്യത്തിന് ചേർത്താൽ മതി. നമ്മൾ ഓൾറെഡി അതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പക്ഷേ കറിക്ക് എരിവിനും കാണാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും കുറച്ച് കൂടുതൽ മുളക് പൊടി ഇടും. പിന്നെ സബോള വഴറ്റണ നേരത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളത് നോക്കിക്കൊണ്ട് വേണം ഇടാൻ. പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാല, പിന്നെ ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇത് കുഴച്ചെടുക്കാം. പിന്നെ നമ്മൾ അതിലോട്ട് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ മസാലയിൽ നല്ല മസാല എല്ലാം ഇങ്ങനെ കുഴഞ്ഞ് വരുന്ന നേരത്ത് നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറവാണെന്ന് തോന്നുന്നു വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ വെള്ളം കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിങ്ങനെ തിളക്കണ കാണും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അത് മിക്സാക്കി കൊടുക്കുക. നമ്മൾ പിന്നെ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലപോലെ അത് മിക്സാക്കി എടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സായി വരുമ്പോൾ നമ്മളതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് നമുക്ക് കുറവാണ്, അപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിൽ ഇരുന്നിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. പിന്നെ നമ്മളിതിലോട്ട് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് വേണമെങ്കിൽ ചിക്കൻ മസാല അങ്ങനെയൊക്കെ ചേർക്കാം. ഞങ്ങളിപ്പോൾ അതൊന്നും ചേർക്കാണ്ടാണ് കേട്ടോ ഈ നോർമൽ ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. അങ്ങനെ പിന്നെ നമ്മൾ ചിക്കൻ എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മളെ ചിക്കൻ കറിയൊക്കെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ചിക്കൻ കറി വെക്കാൻ വളരെ സിമ്പിളാണ്. പക്ഷെ ഞാൻ വെച്ച് വരുമ്പോൾ അത് കൊളായിട്ട് വരും. ഉമ്മിച്ച് വെച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കറി ഇങ്ങനെ വറ്റി വന്നിട്ട് നമ്മളെ ചിക്കൻ കറി കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാതെ ബൈ.